മനുഷ്യൻ എല്ലാ മേഖലകളും കീഴടക്കി കഴിഞ്ഞു എന്ന് നമ്മൾ മേനി പറയാറുണ്ട്. വിമാനങ്ങളെ മറികടന്നുകൊണ്ട് സൂപ്പർസോണിക് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ ആഴക്കടലിന്റെ അടിയിൽ വലിയ തീവണ്ടിപ്പാതകൾ നിർമ്മിച്ച് അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് ഗവേഷണം നടത്തി തലപുകഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു കാലം. തീർച്ചയായും മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുരോഗതിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോഴും ഈ പുരോഗതിയുടെ മേനിപറച്ചിൽ അങ്ങേ തലക്കൽ എത്തുമ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ പുരോഗതിക്കുമപ്പുറത്ത് സാംസ്കാരികമായി മനുഷ്യനൊരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പുരോഗതിയും നമ്മൾക്കുണ്ടായിട്ടും ലോകത്തെ മുഴുവനും നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടും എന്റെയും നിങ്ങളുടെയും ജീവിതം ഇന്ന് സന്തോഷപൂർണമല്ല. നമ്മുടെ ജീവിതത്തിൽ മുമ്പത്തെ അത്ര സ്വസ്ഥത അനുഭവിക്കാൻ നമ്മൾക്കിന്ന് കഴിയുന്നില്ല. വല്ലാത്ത ഒരു പേടിയുടെ, ബേജാറിന്റെ, അസ്വസ്ഥതയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാം ഉണ്ട്, എല്ലാ പുരോഗതികളും നമ്മൾക്കുണ്ട്, ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും നമ്മൾക്കുണ്ട്, ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാണ്. പക്ഷേ ബേജാറൊഴിഞ്ഞൊരു നേരം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഇല്ല. അറബിയില് ഒരു ചൊല്ലുണ്ട്, അതിന്റെ ആശയം ഇതാണ്: അവന്റെ മൂക്ക് ആകാശത്തിലും മൂട് വെള്ളത്തിലും എന്ന്. മൂക്ക് ആകാശത്തോളം മുട്ടി നിൽക്കുമ്പോഴും ഇവിടെ ഒന്നുമല്ലാതെ നമ്മൾ വല്ലാത്ത അസ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോ ആർക്കും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളുമൊക്കെ, എന്റെ മുമ്പിൽ എന്റെ അത്രയൊക്കെ പ്രായമായ ആളുകൾക്കറിയാം, കിലോമീറ്ററുകൾ നടന്നിട്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്നു. അന്ന് ആകെ പേടിച്ചിരുന്നത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴയും തോടും പാടവുമായിരുന്നു. അതിലപ്പുറം ഒരു പേടിയോ അസ്വസ്ഥതയോ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂള് വിട്ട് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ നമ്മളെ കണ്ടിട്ടും ആർക്കും ഒരു വേവലാതിയുമില്ല. നമ്മുടെ ഉമ്മമാരൊക്കെ അന്ന് ചിന്തിച്ചിരുന്നത് അയലോക്കത്തെ ചങ്ങാഴ്ചിന്റെ വീട്ടില് കൂട്ടുകാരിയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, ബേജാറാവാനൊന്നും ഇല്ല എന്നായിരുന്നു. ഇന്ന് ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപിക എന്നുള്ള നിലക്ക് എനിക്കറിയാം, സ്കൂൾ ബസ് 5 മിനിറ്റ് വൈകിയാൽ ഓഫീസിലേക്ക് ഫോണോട് ഫോണാണ്. എന്താണ് പറ്റിയത്, എന്താണ് കാണുന്നില്ലല്ലോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള വേവലാതിയോട് കൂടിയുള്ള വിളി. പണ്ടത്തേക്കാളേറെ ആളുണ്ട്. അന്ന് ആളുകൾ വളരെ കുറവായിരുന്നു, ഒറ്റക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുക. ഇന്ന് സ്കൂൾ ബസ്സിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, എന്നിട്ടും ബേജാറൊഴിയുന്നില്ല, വല്ലാത്ത പേടിയാണ്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഗൃഹനാഥന് പേടിയാണ്. മടങ്ങി വരുമ്പോൾ തന്റെ കുടുംബം സ്വസ്ഥമായി സമാധാനമായി സുരക്ഷിതമായി വീട്ടിലുണ്ടാവുമോ എന്നുള്ള പേടി. അതല്ല, ഡൈനിങ് ഹാളിന്റെ തറയിൽ തല വേർപെട്ടുകൊണ്ട് തന്റെ സഹധർമ്മിണിയെ കാണേണ്ടി വരുമോ എന്നുള്ള ബേജാറ്. യാത്രയാകുമ്പോൾ നമ്മൾക്കുമില്ല സ്വസ്ഥത. അതുകൊണ്ട് നമ്മുടെ വീട്ടുകാരനോട് നമ്മൾ പറയുന്നു, അടുത്ത ആളുകളോട് നമ്മൾ പറയുന്നു, എത്തിയാൽ വിളിക്കണം എന്ന്. അസ്വസ്ഥതയുടെ വർത്തമാനമാണ്. എത്തിയാൽ വിളിക്കണം, ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ല എന്നർത്ഥം.
ഒരു കുട്ടിയെ, ചെറിയ ഒരു കുട്ടിയെ, നിഷ്കളങ്കത മാത്രമുള്ള ഒരു കുട്ടിയെ പറഞ്ഞയക്കാൻ ഇന്ന് നമ്മൾക്കൊക്കെ പേടിയാ. സ്കൂളിലേക്ക് സുരക്ഷിതമായി ഈ കുട്ടി എത്തുമോ എന്ന് നമ്മൾക്കൊരു ഉറപ്പില്ല. എന്റെ കുട്ടി ഏത് പൊട്ടക്കിണറ്റിലാണ് എന്റെ കുട്ടിയുടെ മൃതശരീരം കാണുക എന്ന് നമ്മൾ ബേജാറാകുന്നു. സ്കൂളിലേക്ക് ഉണ്ട ചോറ് മുഴുവനാക്കാതെ പോയ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടത് പണി പൂർത്തിയാകാത്ത ഒരു വീട്ടിലാണ്. നമ്മൾക്കറിയാം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അസ്വസ്ഥത നിറഞ്ഞതാണ് നമ്മുടെ വർത്തമാന ജീവിതം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു, സന്തോഷം ആഗ്രഹിക്കുന്നു. നമ്മൾക്കെല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മൾ അതിനെപ്പറ്റി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കവിതക്കും കഥക്കും അതേപോലെ തന്നെ നമ്മുടെ വർത്തമാനങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ സന്തോഷവും സമാധാനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും അങ്ങനെയാണ്.